സ്കേറ്റിങ്ങിൽ പറന്ന് പുതിയ റെക്കോർഡുകൾ തിരുത്തുകയാണ് അൻവിത സ്റ്റാലിൻ. ഒളിമ്പിക്സിൽ ഇന്ത്യക്കൊരു സ്വർണ്ണമാണ് ഈ കുട്ടിയുടെ സ്വപ്നം. ദുബൈയിൽ സ്കേറ്റിംഗ് ബോർഡിൽ പറന്ന് നടക്കുന്ന ഒരു മലയാളി പെൺകുട്ടി ആണ് എൻ്റെ തൊട്ടടുത്തുള്ളത്. ഒരു 10 വയസ്സുകാരി അൻവിത. അൻവിതയുടെ ടാലന്റ് ആക്ച്വലി നിങ്ങൾ കണ്ടാൽ ഞെട്ടും. കാരണം ഇത് വെറും 2 വർഷത്തെ പ്രാക്ടീസ് കൊണ്ടാണ് അൻവിത നിങ്ങൾ തൊട്ടു മുമ്പ് കണ്ട ആ ഒരു വിഷ്വൽസിലെ ആ ഒരു കാര്യങ്ങളൊക്കെ അൻവിത ചെയ്തത്. അപ്പോൾ അൻവിത പൊള്ളിയാണ്, ഗംഭീരാണ് കാര്യങ്ങൾ. അപ്പോൾ വെറും 2 വർഷമായിട്ടുള്ള അൻവിത, 10 വയസ്സേ ഉള്ളൂ. എന്താണ് ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ? ഇതിന്റെ ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ ലൈക്ക് എനിക്ക് ഇതിൽ ഇൻസ്പയർഡ് ആയത് തന്നെ വേറെ ആൾക്കാർ സ്കേറ്റ് ചെയ്ത് കണ്ടിട്ട്, പിന്നെ അവിടെ ഒരുപാട് ട്രിക്സ് ഒക്കെ ചെയ്തിട്ട് അതിൽ ഞാൻ എൻ്റെ അച്ഛനോട് അമ്മയോട് പറഞ്ഞത് ലൈക്ക് എനിക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡെവലപ്ഡ് ആയി. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കോച്ചിങ് എടുത്ത് കുറച്ച് മാസങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെവലപ്പ് ആയപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ വിചാരിച്ചത് 2-3 months ചെയ്തിട്ട് പോകാമെന്ന്. പക്ഷെ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഈ സ്കേറ്റ് ബോർഡിങ്ങില്. പിന്നെ എനിക്ക് ഒരുപാടൊക്കെ ട്രിക്സ് തരാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ അൻവിത പറഞ്ഞ അൻവിതയുടെ റോൾ മോഡൽ ആയിട്ടുള്ള രണ്ടുപേരല്ല, ആക്ച്വലി നിക്കോളാസ് ആണ് അൻവിതയുടെ റോൾ മോഡൽ. അറിയും 12. ഓക്കെ. അപ്പോൾ 10 വയസ്സുള്ള അൻവിതയുടെ റോൾ മോഡൽ 12 വയസ്സുള്ള നിക്കോളാസ് ആള് നിസ്സാരക്കാരനല്ല, നമ്മുടെ ഒളിമ്പിക്സ് ടീമിലൊക്കെ ഉണ്ടായിരുന്നു ഫ്രഞ്ചിലെ. അപ്പോ നിക്കോളാസ്, യു ആർ ദ റോൾ മോഡൽ ഓഫ് ടെൽ മീ അബൌട്ട് your friends, right? Yes. Yeah, okay. Tell me about that. She's a really good skater. She learns fast. And she's progressing a lot. അൻവിത ദുബൈയിലാണെങ്കിലും കേരളത്തിലൊക്കെ പോയി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ട്. നാഷണൽ ലെവലിൽ സിൽവർ മെഡലിസ്റ്റ് ആണ്. അപ്പോൾ നാഷണൽ ലെവലിൽ ഒരു കോമ്പറ്റീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടുത്തെ ഒരു റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഹാർഡ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സൈക്കിള്, സ്കൂട്ടർ, സ്കേറ്റ് ബോർഡ്, റോളർ സ്കേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് സ്ട്രീറ്റിൽ എനിക്ക് സിൽവർ മെഡല്, പാർക്കിലും എനിക്ക് സിൽവർ മെഡൽ ആണല്ലേ. കുറെ ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് ഇതിന്റെ ഒരു റിസ്ക്കും കുറച്ച് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അനുഭവിച്ചറിയുമ്പോൾ പലരും ഇത് പോകും. 2 തവണ കൈയിന്റെ എല്ലൊക്കെ പൊട്ടിന്നൊക്കെ അച്ഛൻ പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഒരു അതെന്ന് വെച്ചാൽ ലൈക്ക് എനിക്ക് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ ദിവസമൊക്കെ വരും, പിന്നെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ അവർക്ക് എന്നിട്ട് ട്രിപ്സ് കിട്ടുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. പിന്നെ വേറെ ട്രിപ്പിലേക്ക് പോകും, ആ ട്രിപ്പ് പ്രോപ്പർ ആക്കിയിട്ട് വേറെ ട്രിപ്സ് പഠിക്കും. സോ ലൈക്ക് ഇതിൽ സ്റ്റേ ചെയ്യുന്നതെന്ന് എനിക്ക് ഇതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷ് അത്യാവശ്യം നല്ലതാണല്ലേ. ഇപ്പൊ എവിടെയാ പഠിക്കുന്നത് അൻവിത? ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ. നാട്ടിലാണോ ജനിച്ചൊക്കെ? നാട്ടിലാണ്. എവിടെയാ നാട്ടില്? കേരള, തൃശ്ശൂർ, എങ്ങനെയോ. അപ്പോ നാട്ടിലേക്കൊക്കെ പോകാറുണ്ടോ? നാട്ടിലേക്ക് കോമ്പറ്റീഷൻസിന് പോകാനുണ്ട്. യുഎയിൽ എവിടെയാ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? യുഎയിൽ അൽജാദയില്. വൈഫാണ് എന്നോട് പറഞ്ഞത് ഇവിടെ സ്കേറ്റ് ബോർഡ് ചെയ്യാൻ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും പഠിപ്പിക്കാന്നുള്ളത് ഫൈനലി ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഇത് പറഞ്ഞ വേൾഡ് ക്ലാസ് ഫെസിലിറ്റി ആണ്. 2023 ഒളിമ്പിക്കിന്റെ കോമ്പറ്റീഷൻ നടന്നാണ്, വേൾഡ് സ്കേറ്റ് നടന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസ് നടന്നിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഞാൻ നാട്ടിലൊരു ബിൽഡിംഗ് ഒക്കെ പണിതു. പതുക്കെ ഒരു 40-41 ഞാൻ അവിടെ നാട്ടിൽ സെറ്റിൽ ആവാന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 101% പറയുകയാണെങ്കിൽ ഞാൻ ഇവളുടെ ഒരു കരിയറിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോ എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ.